ജനുവരിയിൽ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഓഹരി ഇടിഞ്ഞത് 31%. വിപണി മൂല്യത്തിൽ 24,000 കോടി രൂപയിലധികം നഷ്ടം. എന്താണ് കല്യാൺ ജ്വല്ലേഴ്സിന് സംഭവിക്കുന്നത്? നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഓഹരികൾ ബുധനാഴ്ച ഏകദേശം 8% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഓഹരി 550 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ജനുവരിയിൽ ഏകദേശം 31% ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലോസിംഗിൽ വിപണി മൂല്യം 24,000 കോടി രൂപ ഇടിഞ്ഞ് 57,234 കോടി രൂപയിലെത്തി. 2024 ഓഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഓഹരി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. 2021 മാർച്ചിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഓഹരി ഏകദേശം 940% ഉയർന്ന് ഈ മാസം ആദ്യം 795 രൂപ എന്ന ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിരുന്നു. ഓഹരി വ്യാഴാഴ്ച 4.73% നഷ്ടത്തിൽ 528 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. കമ്പനിയെക്കുറിച്ച് മാനേജ്മെന്റിന് ശക്തമായ പോസിറ്റീവ് അഭിപ്രായം പങ്കുവച്ചിട്ടും ഓഹരിയിലെ തിരുത്തൽ തുടരുകയാണ്. ഏകദേശം 39% ഏകീകൃത വരുമാന വളർച്ചയാണ് കമ്പനി ഡിസംബർ പാദത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിലെ ബിസിനസ്സിൽ 41% വരുമാന വളർച്ചയും കമ്പനി കൈവരിച്ചിട്ടുണ്ട്. ഉത്സവ വിവാഹ സീസണുകളാണ് കമ്പനിക്ക് നേട്ടമായത്. ഫണ്ട് മാനേജർമാർക്ക് കൈക്കൂലി കൊടുക്കുന്നു എന്ന കിംവദന്തികളെ അസംബന്ധം എന്നാണ് കമ്പനിയുടെ പ്രൊമോട്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ രമേശ് കല്യാണരാമൻ വിശേഷിപ്പിച്ചത്. ഡിസംബറിൽ അവസാനിക്കുന്ന പാദത്തിലെ സാമ്പത്തിക ഫലങ്ങൾ അംഗീകരിക്കാൻ കമ്പനിയുടെ ബോർഡ് ജനുവരി 30-ന് യോഗം ചേരുന്നതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 253 കല്യാൺ ജ്വല്ലേഴ്സ് സ്റ്റോറുകളും 59 കാൻഡിയർ സ്റ്റോറുകളും ഉൾപ്പെടെ 349 ഔട്ട്ലെറ്റുകളാണ് ഡിസംബർ 31 വരെയുള്ള കണക്കനുസരിച്ച് കമ്പനിക്ക് ഉള്ളത്. പശ്ചിമേഷ്യയിൽ 36 കല്യാൺ സ്റ്റോറുകളും US-ൽ 1 സ്റ്റോറും കമ്പനിക്ക് ഉണ്ട്.